നമസ്കാരം. കേരളത്തിൽ സംഘപരിവാറിനെ ചെറുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ ഇടപെടൽ അങ്ങനെ ശക്തി പ്രാപിച്ച് വരികയാണ്. അങ്ങ് കാസർഗോഡ് പൈവളികയിൽ വരെ എത്തിയിരിക്കുന്നു ആ ശക്തി പ്രാപിക്കൽ. സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നെങ്കിൽ ഇങ്ങനെ പ്രതിരോധിക്കണം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വെറും ഡയലോഗടി സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്. കേരളത്തിൽ സംഘപരിവാറിനെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കുന്നത്, ഇവിടെ CPM BJP അന്തർധാര എന്നൊക്കെ അദ്ദേഹം ഡയലോഗ് കാച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് പൈവളിക പഞ്ചായത്തിൽ ഇടതു ഭരണത്തെ താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു കൈ സഹായം സംഘപരിവാറിനുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ വെറും ഡയലോഗടി സതീശൻ BJPയെ ഈ കേരളത്തിൽ ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ട് റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞിരുന്നു. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു സീറ്റും കിട്ടില്ല കേരളത്തിൽ. BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ CPM-ഉം BJPയും കൂടി ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിലും ജയിക്കില്ല. ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേട്ടല്ലോ, അവർ തമ്മിൽ അന്തർധാരയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഒരു സീറ്റ് പോലും തുറക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ മാത്രമാണ് BJPയെ പ്രതിരോധിക്കുന്നത്. ഈ ഡയലോഗ് അടിച്ച് സതീശൻ ആ നാവെടുത്ത് വായിക്കാത്തിടുന്നതിന് മുന്നോടിയായിട്ടാണ് കാസർഗോഡ് പൈവളിക പഞ്ചായത്തിൽ 19 അംഗ സീറ്റിൽ 8-8 BJPക്ക് 8 ഇടതുപക്ഷത്തിന് 8 അവിടെ BJP അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അവിടത്തെ ഏക കോൺഗ്രസ് അംഗമായിട്ടുള്ള വ്യക്തി ഇന്നിപ്പോ സംഘപരിവാറിന് ഒരു കൈസഹായം കൊടുത്തിരിക്കുന്നു. അതിലെ തമാശ അതല്ല. ഇന്ന് രാവിലെ കൂടി ഇദ്ദേഹം രാജ്മോഹൻ ഉണ്ണിത്താനായി വോട്ട് പിടിക്കാനായിട്ട് പലയിടങ്ങളിലും പോയതിനു ശേഷമാണ് അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തത്. അവിശ്വാസ പ്രമേയത്തിന് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ആ ഉള്ളിലിരിപ്പ് അങ്ങ് കൃത്യമായി ബോധ്യപ്പെടുത്തുകയായിരുന്നു. പക്ഷെ ആ ഒരു കൈസഹായം കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭരണം അവിടെ അട്ടിമറിക്കപ്പെട്ടില്ല. കാര്യം 19 അംഗ സീറ്റിൽ 8 BJP 8 CPM, അതിന്റെ അടിസ്ഥാനത്തിൽ CPM അവിടെ ഭരിച്ചു വരികയായിരുന്നു. 2 ലീഗും 1 കോൺഗ്രസും. ലീഗിന്റെ 2 അംഗങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 10-9 എന്നുള്ള നിലയ്ക്ക് ഭരണം നിലനിർത്തുകയായിരുന്നു. ഇങ്ങനെ കേരളത്തിൽ ഉടനീളം സംഘപരിവാറിനെ കോൺഗ്രസ് വല്ലാതെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കിയാൽ മതി, K കരുണാകരൻ കേരളത്തിൽ കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യൻ, അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള പത്മജയെ നേരെ BJPയിലേക്ക് വിട്ട് പ്രതിരോധിച്ച സതീശൻ, തൊട്ടു പിന്നാലെ നേരത്തെ കോൺഗ്രസിന്റെ ഈ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയും കോൺഗ്രസിന്റെ ഉള്ളിലെ കായിക മുഖമായിട്ടുള്ള പത്മിനി തോമസിനെയും മകനെയും BJPയിലേക്ക് കൊടുത്ത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യിച്ച് പ്രതിരോധം തീർത്ത സതീശൻ, തൊട്ടു പിന്നാലെ C രഘുനാഥ്, നേരത്തെ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച വ്യക്തി, അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്ത് പ്രതിരോധം തീർത്തതിന് ശേഷം ഇപ്പോ കേരളത്തിൽ ഉടനീളം അനിൽ ആന്റണി, മക്കൾ രാഷ്ട്രീയത്തിലുള്ള എല്ലാവരെയും അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്ത് പ്രതിരോധം തീർത്ത് എവിടെയൊക്കെ ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ BJPക്ക് അവസരം ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഇതുപോലെ നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ കൂട്ടുകച്ചവടം. നേരത്തെ പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഒരു കൂട്ടുകച്ചവടത്തിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈരാറ്റുപേട്ടയിൽ. ഇപ്പോൾ അത് നേരെ കാസർഗോഡ് പൈവളികയിൽ എത്തുമ്പോൾ കോൺഗ്രസുകാർക്ക് ഈ വിഷയത്തിൽ ഇതുവരെ മിണ്ടാട്ടമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചർച്ചയില്ല. ഈ ധാരണ അത് അവർക്കൊരു സ്വാഭാവിക സ്വീകാര്യതയാണ്, വലിയ സംഭവമല്ല, ലഘൂകരിച്ച് കാണുകയാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ കോൺഗ്രസ് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നു എന്ന് നാക്കാലെ വെറും ഡയലോഗടി സതീശനെ പോലുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രവർത്തനം ഇതാണ്. സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. പൈവളികയിൽ ഒരുപക്ഷെ കാവിക്കൊടി പറക്കാനുള്ള അവസരം അല്ലെങ്കിൽ കാവി ഭരണം വരാനുള്ള അവസരം കോൺഗ്രസ് പരമാവധി ശ്രമിച്ചെങ്കിലും അവിടെ ലീഗിന് സംഘപരിവാറിനെ ചെറുത്തേ മതിയാകുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് അവർ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നതുകൊണ്ടാണ് ഒരു അപകടം ഒഴിവായത്. ഇതൊക്കെയാണ് കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവരിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവർ കൂടെ നിന്ന് നിങ്ങളുടെ കാലുവാരുകയാണെന്ന് തിരിച്ചറിഞ്ഞോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ഡയലോഗ് കാച്ചിക്കൊണ്ട് നടക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഇടതുപക്ഷവുമായിട്ടുള്ള കുറെ കഥകൾ, നിങ്ങൾ അടച്ചിട്ട മുറിയിൽ സംഘപരിവാറുമാരെ ചർച്ച നടത്തിയില്ലേ എന്ന് കേരളത്തിൽ സംഘർഷമുണ്ടായ സന്ദർഭത്തിൽ, എങ്ങനെ BJP CPM സംഘർഷമുണ്ടായ സന്ദർഭത്തിൽ അതിന്റെ സമാധാന ചർച്ച പങ്കെടുത്തത് എന്തോ സംഘപരിവാറുമായിട്ടുള്ള ഗൂഢാലോചനയാണ്, അടച്ചിട്ട മുറിയിൽ സതീശന്റെ കഥകളാണ്. പിന്നീട് ശ്രീ M എന്ന ആത്മീയ ആചാര്യന്റെ മധ്യസ്ഥയിൽ ചർച്ച നടത്തി. ഇങ്ങനെയുള്ള പല കഥകളും ഉണ്ടാക്കുന്നതിനപ്പുറം പരസ്യമായിട്ട് അവരുമായി വോട്ട് കച്ചവടവും അവരിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരേ ഒരു അംഗമാണ്, മരുന്നിന് മാത്രം. ആ അംഗത്തിനെയാണ് നേരെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇറങ്ങി സാധാരണക്കാരുടെ മുഖത്ത് നോക്കി പറയാണ്, ഞങ്ങളാണ് അത്ര സംഘപരിവാറിനെ ചെറുക്കുന്നത്. ഈ കൈസഹായമാണ് ഈ രാജ്യത്തുടനീളം സംഘപരിവാർ ഇന്ന് വളരാൻ സാഹചര്യം ഒരുങ്ങിയത്. കേരളത്തിൽ അതുപോലെ സംഘപരിവാറിന് വേണ്ടി വഴിമരുന്നിടുന്ന
ഒരു ബി ടീം തന്നെയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് കാസർഗോഡ് പൈവളിക പഞ്ചായത്തിൽ നിന്ന് പുറത്തു വന്ന ഈ ഒരു ഇടപെടൽ എന്ന് വളരെ ശക്തമായി തന്നെ പറയാൻ കഴിയും.